Hey guys, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു കൺട്രി സൈഡ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ആക്ച്വലി ഞാനിപ്പോൾ ഉള്ളത് ഓൺ ദ വേ ടു നോർത്തംബർലാൻഡ് ആണ്. ഇവിടെ ഒരു അടിപൊളി ഒരു വ്യൂ നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടുത്തെ ലോക്കലായിട്ടുള്ള അതായത് ഗ്രാമപ്രദേശങ്ങൾ കാണാനാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി വീഡിയോ. സോ എൻ്റെ വീഡിയോയുടെ ഇൻട്രോ എടുത്ത് തന്ന് ക്യാമറമാനെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മുടെ ക്യാമറമാനാണ് വിദ്യ ചേച്ചി. ഒരു ചേഞ്ച് ഉണ്ട്. സാധാരണ വൈഫാണ് വീഡിയോ എടുക്കുന്നത്. ഇന്ന് ചുട്ടി എടുത്തിരിക്കുകയാണ് ആള്. അതുകൊണ്ട് നമുക്ക് വീഡിയോ ആളെ എൻജോയ് ചെയ്യാൻ വന്നിരിക്കുക. എൻജോയ് മൂഡിലാണ്. അപ്പം വൈഫിൻ്റെ കൂട്ടത്തിൽ വന്ന മീൻസ് ഒരുമിച്ച് ഇവിടെ NHS ജോലിക്ക് വന്ന ചേച്ചിയാണ് വിദ്യ ചേച്ചി. അപ്പം ഹായ്. ഹലോ. ഓക്കെ, ഹലോ. സോ ഇനി വിദ്യ ചേച്ചിയുടെ ഹസ്ബൻഡിനെ നമുക്ക് പരിചയപ്പെടാം. പ്രൊഫഷണൽ വ്ളോഗർ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ പ്രശാന്ത് എന്ന് വിളിക്കും. നമ്മൾ വിഷ്ണു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. നമ്മൾ പ്രശാന്ത് വിഷ്ണു മാറി വിളിക്കും. ഒരു ഹായ് പറയും. ആളൊരു ഫാർമസിസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യണം ഫാർമസിസ്റ്റ് ആയിട്ട്. 2 പിള്ളേരുണ്ടോ? അതിൽ ഒരാൾ നല്ല ഉറക്കത്തിലാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊന്നും കാണിക്കേണ്ട കാര്യമില്ല, പക്ഷേ കാണിക്കാം. മീൻസ് ഇൻട്രഡക്ഷൻ ആണ്. നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, നമ്മളെല്ലാവരും കൂടെയാണ് പോരുന്നത്. സോ പ്രശാന്തേട്ടൻ്റെ മൂത്ത മോളെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ. പേര് പറഞ്ഞു പെട്ടെന്ന്. എൻ്റെ പേര് ഗൗതമി. ഞങ്ങൾ ആമയെന്ന് വിളിക്കും. പിന്നെ ഞങ്ങളുടെ വളരെ വിശിഷ്ട ഒരു അതിഥിയുണ്ട്. ആ അതിഥിനെ ഞാൻ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഇവരെല്ലാവരും ഒരുമിച്ച് വന്നാണ്. ആളുടെ പേര് ഷിജി. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ടീം എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും പേരാണ് ആക്ച്വലി ഇവിടെ ട്രിപ്പിന് വന്നിരിക്കുന്നത്. പിന്നെ കൂട്ടത്തിൽ സന്ദീപ് ക്രിസ്റ്റിയുണ്ട്. സന്ദീപ് തണുപ്പൊക്കെ അടിച്ചിട്ട് ഒരു സൈഡിൽ നിൽക്കാം. സന്ദീപിനെ കാണിച്ചു തരാം. സന്ദീപ് ഒരു ഹായ് പറയും പെട്ടെന്ന്. നമ്മുടെ കൺട്രി സൈഡ് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർക്ക് എല്ലാം ഇങ്ങനത്തെ വീഡിയോസ് കാണാനാണ് താല്പര്യം. സോ നമുക്ക് ക്രിസ്റ്റീനെ വേറൊരു വീഡിയോ ഒക്കെ കാണിക്കാം. ബിക്കോസ് ഭയങ്കര തണുപ്പാണ് കേട്ടോ. കൈയൊക്കെ മരച്ചു. ഞങ്ങൾ വണ്ടിയിൽ ബാക്കി യാത്രയിലോട്ട് പോവാണ്. വാട്ടർഫോൾസ് കാണാനാണ് മെയിൻലി പോകുന്നത്. അത് കണ്ടിട്ട് കുറേ വിശേഷങ്ങളുണ്ട്. സ്റ്റേ ട്യൂൺ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇപ്പം നമ്മുടെ വാട്ടർഫോൾസിന് അടുത്തെത്തിയിട്ടുണ്ട്. ഹൈഫോഴ്സ് വാട്ടർഫോൾസ് എന്നാണ് പേര്. ഇംഗ്ലണ്ടിൽ തന്നെ, ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ രാജ്യത്തിലെ ഏറ്റവും വലിയ വാട്ടർഫോളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. നമ്മളിവിടെ വന്ന് കാർ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങളതൊന്ന് കണ്ടിട്ടോ. ഇതൊരു ഹോട്ടൽ സെറ്റപ്പാണ് കേട്ടോ. ഇവിടെ നമുക്ക് താമസ സൗകര്യം എല്ലാം ഉണ്ട്. അന്യായ നേച്ചർ ഫീലിംഗ് ആണ്. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല കേട്ടോ. വെൽക്കം ടു ഹൈഫോഴ്സ് വാട്ടർഫോൾ ആൻഡ് ഹോട്ടൽ. അടിപൊളി ഒരു സ്ഥലമാണ്. 3 രൂപയാണ് 3 മണിക്കൂറത്തേക്ക് വേണ്ടിയിട്ടുള്ള പാർക്കിംഗ്. 3 രൂപയിൽ 3 പൗണ്ട്. ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല തണുപ്പാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഹുഡി ഇട്ട് വെച്ചിരിക്കുന്നത്. വൃത്തികേടാണെന്നറിയാം, പക്ഷേ എന്നാലും ഒരു രക്ഷയില്ല. ഞാൻ ഇതിൻ്റെ എൻട്രൻസിലേക്ക് കിടക്കുകയാണ്. അടിപൊളി വ്യൂ ആണ്. നമ്മൾ സത്യം പറഞ്ഞൊരു വാഗമണൊക്കെ പോകുന്ന ഫീലുണ്ട്. കാണിച്ചത്. സോ ദിസ് ഈസ് ദ എൻട്രൻസ്. നമ്മളിവിടെ ടിക്കറ്റ് കാണിക്കണം. ടിക്കറ്റ് ഞങ്ങൾ ഓൾറെഡി കാണിച്ച് ഫ്രണ്ട്സിലകത്ത് കയറിപ്പോയി. ഹായ് ബഡി, I just went to take the camera. Yeah, thank you so much. Yeah. So നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു എന്താ പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കാം കേട്ടോ. ഹൈഫോഴ്സ് വാക്ക് ആൻഡ് വുഡ്.
നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേ ഇവിടെ വന്നിട്ടൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അടിപൊളി സാധനം, അടിപൊളി. ഇത് നമ്മളിങ്ങനെ നടന്നു വരുന്ന വഴിത്തെ ഇവിടെ സൈഡിൽ കാണാം കേട്ടോ. അതിങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ ബാക്കി വെള്ളം ഒഴുകി വരുന്നത്. നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ ഫ്രണ്ട്സ് എല്ലാം അകത്തോട്ട് പോയി കേട്ടോ, എല്ലാവരും പോയി. ഞാൻ ക്യാമറ എടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് കാറിലേക്ക് പോയതാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് സിറ്റീസ് ആ ഒരു ബിസി സ്കെഡ്യൂളിനേക്കാളും ഒക്കെ ഏറ്റവും ഇഷ്ടം എനിക്ക് ഇതുപോലുള്ള നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വരാനാണ്. കാരണം നേച്ചറിൻ്റെ ഒരു ഭംഗി, അത് ആ ഒരു ഫ്രഷ് എയർ, അതൊന്നും ഒരിക്കലും നമുക്കൊരു സിറ്റി ലൈഫിൽ കിട്ടത്തില്ല. നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എക്സോസ്റ്റഡ് ആവും. പക്ഷെ ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ പീസ്ഫുള്ളാണ്, മൈൻഡ് ഭയങ്കര റിലാക്സിങ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ എന്ന് പറഞ്ഞാൽ ഞാൻ വാഗമൺ എന്ന് എടുത്തു പറയാൻ കാരണം എൻ്റെ നാട് സ്വദേശം കോട്ടയമാണ്. സോ എൻ്റെ സ്വദേശത്തുള്ള ഒരു സ്ഥലമാണ് വാഗമൺ. അപ്പോൾ ഞാനതിങ്ങനെ എടുത്ത് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൈൻ മരക്കാടുകൾ, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഞാൻ പൈൻ മരക്കാടുകളാണ്, അത് മൊത്തം കേട്ടോ, ബാക്കിലൊക്കെ പൈൻ മരക്കാടുകളാണ്. ഭയങ്കര രസമുണ്ട്. ഇനി ഇരുട്ടാണ് അതിൻ്റെ ഇടയ്ക്ക്, പക്ഷേ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. നിങ്ങളിവിടെ തീർച്ചയായിട്ടും വരണം, യു കെയിലുള്ള ആൾക്കാർ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരണം. ഹൈ ഫോഴ്സ് വാട്ടർഫോൾസ് എന്നാണ് പേര്. ഒരു ദുർഹം എന്ന് പറയുന്ന ഒരു സിറ്റിയുടെ അടുത്താണ് ഇതുള്ളത്. ഈ ദുർഹം സിറ്റി കൗൺസിലിന് അണ്ടറിലാണ് ആക്ച്വലി ഈ ഒരു സ്ഥലം ഉള്ളത്. എനിവേ നിങ്ങൾ ഈ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ എൻജോയ്. നമ്മളിങ്ങനെ നടന്നു വന്ന വഴിയാണ് കേട്ടോ. നടന്നു വന്ന വഴി ഇതേ ഇവിടെ ഒരു സാഹസികമായ വഴിയിൽ കൂടെ നമ്മുടെ സുഹൃത്തുക്കൾ താഴോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. എൻ്റെ ഷൂ തന്നെ എന്നുള്ള ചാൻസ് കൂടുതലാണ്, കാരണം ഇതിന് ഗ്രിപ്പില്ല. ഞാനും പതുക്കെ ഇവിടെ കിട്ടൂല. അടിപൊളി, നല്ല കട്ട സീനാണ് കേട്ടോ ഇതിലെ കൂടെ വരാൻ. കാല് തെന്നി അടിച്ച് വീണാണ്. ഞാൻ ഓർത്ത് തലച്ചും കിട്ടി വീണെന്ന്. ഇതൊക്കെയല്ലേ ഒരു സുഖം. വീണിരുന്ന പല്ലുവായി കിടന്നേനെ, അത് വേറെ കാര്യം. View, awesome view. മക്കളെ, ഇങ്ങനെ നടന്ന് വന്നപ്പോഴത്തേക്ക് ഈ വെള്ളത്തിൻ്റെ ഒക്കെ സോഴ്സ് എവിടെ നിന്നാണെന്നറിയോ? ഇതാണ് ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ വാട്ടർഫോൾ, ഹൈ ഫോഴ്സ് വാട്ടർഫോൾ. ആ പേര് പോലെ തന്നെയാണ് കേട്ടോ, നല്ല ഫോഴ്സിലാണ് വരുന്നത്. മഴ പെയ്യുന്നതുകൊണ്ട് വെള്ളം നല്ല ഫോഴ്സ് ഉണ്ട്. സാധനം കൊള്ളാം, അടിപൊളി. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കട്ടെ, ഞങ്ങൾ മഴയൊക്കെ തരണം ചെയ്തിങ്ങ് പോകുന്നു. എങ്ങനെയുണ്ട് വ്യൂ? എങ്ങനെയുണ്ട്? ഇനിയും തീർന്നിട്ടില്ല, നമ്മൾ അതിൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെ ചെന്നിട്ട് കിട്ടുന്ന മാക്സിമം വ്യൂസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇവിടുത്തെ കുറച്ച് വിഷ്വൽസൊക്കെ നിങ്ങൾ കാണാം. അടിപൊളി സ്ഥലമുണ്ട്, അടിപൊളി സ്ഥലം. ഭയങ്കര തണുപ്പ്, എൻ്റെ കൈയൊക്കെ ഇത് ചുമന്നിരിക്കുകയാണ് ആക്ച്വലി, ഒരു രക്ഷയില്ല. ഞങ്ങളിത് ഇങ്ങനെ നടന്ന് വന്നപ്പോൾ നമ്മൾ വാട്ടർഫോൾസിലേക്കുള്ള സ്റ്റെപ്സാണ് കേട്ടോ. ഞാൻ എന്താണെങ്കിലും പോവാണ്, എക്സ്പീരിയൻസ് ചെയ്യണ്ടേ, ഇതൊക്കെയല്ലേ മക്കളെ കാണണ്ടേ. ഒരു ആതിരപ്പള്ളി വാഴച്ചാൽ സെറ്റപ്പാണ് കേട്ടോ. ഞങ്ങൾ വാട്ടർഫോൾസ് കണ്ട് മുകളിലോട്ട് കയറുന്ന സമയത്ത് മഞ്ഞ് പെയ്യുന്നു.
ഒരു അടിപൊളി വുഡ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് മറ്റേ വുഡിൽ സ്കൾപ്ചർ ചെയ്ത് നല്ല രസമുണ്ട് പുസ്തകത്തിലല്ല. മതിയേ. കാട്ടിൽ കൂടെ ഒരു യാത്ര. യുകെയിൽ എത്തിക്കഴിഞ്ഞപ്പോ കാട്ടിൽ കൂടെ ഒരു യാത്ര. ക്യാമറമാൻ സന്ദീപാണ്. ക്യാമറ ഹാൻഡ് ഓവർ ചെയ്തു. സോ ഗൈസ്, വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഈ ബാക്കിയുള്ള കാര്യം ഞാൻ പറയുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ആ വാട്ടർഫോൾസ് കഴിഞ്ഞിട്ട് 2 കാസിൽ കാണാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 കാസിലും ഡ്രോപ്പ് ആയിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ മഴയായിരുന്നു. ഞങ്ങൾ സത്യം പറഞ്ഞ ഒരു ഔട്ട്സൈഡ് കുക്കിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. എല്ലാ കിറ്റും പരിപാടികളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ആക്ച്വലി നമുക്കിത് ചെയ്യാൻ പറ്റിയില്ല. അതൊരു ഭയങ്കര സങ്കടകരമായൊരു കാര്യമായിരുന്നു. നമ്മൾ അത് അവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് നമ്മൾ നേരെ ഇന്ത്യൻ ഗ്രോസറി ഷോപ്പിൽ പോയി കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. ഫ്രോസൺ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അതൊക്കെ വാങ്ങിച്ച് നമ്മുടെ അക്കോമഡേഷനിലെത്തി. റിവർ സൈഡ് റോസ്ബെറി. ഐ എം ഹിയർ. സോ ഇതാണ് സ്ഥലം. അടിപൊളി സ്ഥലമാണ് കേട്ടത്. ഇതൊക്കെ ചെറിയ കുഞ്ഞു വീടുകളാണ്. ഇവിടെ ഒക്കെ ആളുകളുണ്ട്. മീൻസ് ആളുകൾ വരും ഇങ്ങനെ താമസിക്കാനൊക്കെ വരും. ഇതാണ് റിവർ സൈഡ് റോസ്ബെറി എന്നാണ് നമ്മുടെ അക്കോമഡേഷൻ്റെ പേര്. നമ്മൾ താമസിക്കാൻ പോകുന്ന ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പുറത്ത് നിന്നിട്ടാണ്. അതായത് ഈ ഒരു ഇതുണ്ടോ ഒരു വ്യൂ ആണ് കേട്ടോ. ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്നിട്ടാണ് ആക്ച്വലി ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കുന്നത്. എനിവേ ഇവിടെ വന്നത് കിട്ടിലും നമുക്ക് നമ്മുടെ അക്കോമഡേഷൻ ഒന്ന് കാണാം കേട്ടോ. ഇതൊരു വീടാണ്. അതൊക്കെ തടി പോലും അല്ല കേട്ടോ, വേറെന്താ സാധനം. ഇതുപോലത്തെ 2 വീടുകളാണുള്ളത്. സുപ്പീരിയർ ലോഡ്ജ്. എനിക്ക് കോഡൊക്കെ ഉണ്ട്. മീൻസ് പ്രശാന്തനും സന്ദീപ് വാസ്. സോ അവർ രണ്ടുപേരും കോഡൊക്കെ അടിച്ച് കയറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സുപ്പീരിയർ ലോഡ്ജ് സൂപ്പർ. എന്താ പറയാ കിടിലോ. എൻ്റെ ദൈവമേ, റിവർ സൈഡ്. ദിസ് ഈസ് റിവർ സൈഡ് റോസ്ബെറി. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? ആശാനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. സോ ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിലെ മെയിൻ ആളാണ് ആശിഷ് ചേട്ടൻ്റെ ജോലിയുടെ ഒരു പ്രോബ്ലം കൊണ്ട് ആശിഷേട്ടന് വരാൻ സാധിച്ചില്ല. ഈ ഒരു സ്ഥലം ശരിക്കും മിസ് ചെയ്യും. പുള്ളിയുടെ ഉണ്ടായിരുന്ന ഞങ്ങൾ പൊളിച്ചേനെ, ഒന്നും പറയാനില്ല. ഓസം പ്ലേസ്, ഓസം. എനിക്കിത് എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ, എക്സൈറ്റ്മെന്റ്. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ഥലം ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. ദൈവം ഇവരെന്തിനെ കിടന്ന് തുള്ളിച്ചാടുന്നേ. അത് ശരിക്കും വീഡിയോ കാണുമ്പോൾ അവർക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ അതിൻ്റെ റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ അത് ശരിക്കും ഫീൽ ആകത്തുള്ളൂ. എനിവേ, നമ്മളുടെ ട്രിപ്പ് വേർത്തിയാക്കാൻ പോകുന്ന 2 ദിവസത്തെ സ്റ്റേ ആണ് ഞങ്ങളിവിടെ ബുക്ക് ചെയ്തിരിക്കുന്നത്. ലൈക്ക് ടുഡേയ്സ് പ്രൈസ് 550 പൗണ്ടാണ് 2 നൈറ്റിലേക്ക് നമ്മൾ ഹോൾ 2 ഹൗസസ് എടുത്തിരിക്കുന്നത്. 9 അഡൾട്ട്സ് ഉണ്ട്. 9 പേരുണ്ട്. അതിൽ 2 കിഡ്സ് ആണ് ഉള്ളത്. 7 അഡൾട്ടും 2 കിഡ്സ് ആണ് ഉള്ളത്. വി ഗോണ റോക്ക്. സോ ഗൈസ്, നമ്മൾ താമസിക്കുന്ന ഈ ഒരു ഹൗസിൻ്റെ പേര് സുപ്പീരിയർ ലോഡ്ജ് എന്നാണ്. നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. യെസ്, ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു അതിമനോഹരമായ ഒരു എന്താ പറയുക ഡിസൈനിലാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഡൈനിങ് ഹാൾ. വിദ്യ ചേച്ചി, ശ്രീകുട്ട, നമ്മളെവിടെ വന്നേക്കുന്നത്? ഞാൻ പറഞ്ഞു നമ്മളെവിടെ വന്നേക്കുന്നതെന്ന് പറഞ്ഞേ. എവിടെ വീഡിയോക്കകത്ത് പറ, എവിടെ പറ. എവിടെ വന്നത് നമ്മള്?